ജോഗ്രഫിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ദി എർത്ത് എന്നുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രഡക്ഷൻ, അതായത് എന്താണ് ഭൂമിശാസ്ത്രം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചത്. അതിൻ്റെ സമീപനങ്ങളെ കുറിച്ചിട്ടും ബ്രാഞ്ചസുകളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിച്ചു. ഇനിയാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ കണ്ടന്റിലേക്ക് നമ്മൾ കടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്, എങ്ങനെയാണ് നമ്മുടെ ഭൂമി രൂപീകൃതമായിരിക്കുന്നത്? എല്ലാവരും മനസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചോദ്യം ചോദിക്കാതെ ഇരുന്നിട്ടുണ്ടാവില്ല. ഭൂമി എങ്ങനെ രൂപീകൃതമായി? അന്തരീക്ഷം എങ്ങനെ രൂപീകൃതമായി? സമുദ്രങ്ങൾ എങ്ങനെ രൂപീകൃതമായി? വൻകരകൾ, പർവ്വതങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ വളരെ കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ തന്നെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ കാണുന്നത്. ചാപ്റ്ററിന്റെ പേര് ഒന്നുകൂടി ഓർമ്മിക്കുക, ദി origin and evolution of the earth. ഇതാണ് ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ നമ്പർ 2. ഇവിടെ രണ്ട് വാക്കുകളാണുള്ളത്. origin, then evolution. ഈ രണ്ട് ഭാഗങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗമായിട്ട് ഒറിജിൻ. എന്താണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടേം, ദ ഒറിജിൻ ആൻഡ് ദ എവല്യൂഷൻ? രൂപീകൃതമാകുന്നതിനെ നമ്മൾ ഒറിജിൻ എന്നും, ആഫ്റ്റർ ദാറ്റ് what changes are taken place, ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ആർക്കുള്ള മാറ്റമാണ്? ഭൂമി ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഭൂമിക്ക് സംഭവിച്ചിരിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരുപാട് പഠനങ്ങൾ നടന്ന ഒരു മേഖലയാണിത്. ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് സിദ്ധാന്തങ്ങളും ഒരുപാട് ഹൈപ്പോത്തിസിസുകളും ഇതുമായി ബന്ധം. രണ്ട് ഭാഗം, തിയറീസ് ആൻഡ് ഹൈപ്പോത്തിസിസ്. ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള 2 ബുക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ബിൽബേഴ്സന്റെ പ്രപഞ്ച മഹാകഥ, എല്ലാ പ്രപഞ്ച വസ്തുക്കളുടെയും ലഘുചരിത്രം എന്ന് പറഞ്ഞിട്ട് ബിൽബേഴ്സൺ എഴുതിയിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ബുക്കുണ്ട്. ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം, നിങ്ങൾ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബുക്ക്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും മലയാളം വേർഷനും അവൈലബിൾ ആണ്. ഇത് മലയാളം വേർഷനാണ്. DC ബുക്സിൽ ഇത് അവൈലബിൾ ആണ്. ഒന്ന്. മറ്റൊരു നല്ലൊരു ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്ക, പ്രണയലാലിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ബുക്കാണിത്. ഇതിൻ്റെയും മലയാളവും ഇംഗ്ലീഷ് വേർഷനും അവൈലബിൾ ആണ്. ഈ ബുക്ക് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം,
ഈ ബുക്കുകളിലൊക്കെ ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ചിട്ട്, പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചിട്ട് പലതരത്തിലുള്ള വിവരങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ ഭൂമിയുടെ രൂപീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. അവ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഏർലി തിയറീസ്, പ്രാചീനകാല ആദ്യകാല സിദ്ധാന്തങ്ങൾ. രണ്ടാമത്തത് ആധുനിക സിദ്ധാന്തങ്ങൾ. എന്താണത്? പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെ, ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെ, പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. ആദ്യകാല സിദ്ധാന്തങ്ങളും ആധുനിക സിദ്ധാന്തങ്ങളും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഏതൊക്കെയാണ് ആദ്യകാല സിദ്ധാന്തങ്ങൾ, ഏതൊക്കെയാണ് ആധുനികകാല സിദ്ധാന്തങ്ങൾ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇവിടെ ആദ്യകാല സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പഠിക്കുന്നത് നെബുല ഹൈപ്പോത്തിസിസ് ആണ്. മറ്റൊന്ന് ബൈനറി തിയറീസ് ആണ്. ഏർലി തിയറീസ് എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് ഏർലി തിയറീസുകൾ നെബുല ഹൈപ്പോത്തിസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബൈനറി തിയറി. അതേസമയം മോഡേൺ തിയറി ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക സിദ്ധാന്തമായിട്ട് നമ്മൾ പഠിക്കുന്നത് ബിഗ് ബാങ് തിയറിയാണ്, മഹാവിസ്ഫോടന സിദ്ധാന്തം. അപ്പൊ ഈ ഒരു ഫ്രെയിം കൃത്യമായിട്ട് തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് the origin and evolution of the earth. Related to the origin of the earth, there are different theories are put forward. Among these theories, we are classified into mainly two categories. They are the early theories and modern theories. Among the early theories, here we are studying about two early theories. They are the nebula hypothesis and binary theories. In the club of modern theory, the most important one is Big Bang theory. ഇതിന്റെ അർത്ഥം ഈ സിദ്ധാന്തങ്ങൾ മാത്രമാണ് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നത് എന്നല്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഈ കുറച്ച് സിദ്ധാന്തങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു +1 എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുന്നുള്ളൂ എന്ന് മാത്രമാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഏർലി തിയറീസിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നെബുലാർ ഹൈപ്പോത്തസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പേര് ഓർമ്മിച്ച് വെക്കുക. നെബുല ഹൈപ്പോത്തസിസ് പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചിട്ടുള്ള വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു സിദ്ധാന്തമാണിത്. ഈ സിദ്ധാന്തം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ഇമാനുവൽ കാന്റ്.
the person Immanuel Kant introduced the concept nebular hypothesis. Later, in the year of 1796, another scientist, his name is Laplace. Laplace revised this concept. What do you mean by revised? That means added something new. Then published nebular hypothesis. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇമ്മാനുവൽ കാന്റ് ആണ് നെബുലാർ ഹൈപ്പോതെസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റിനെ 1796 ലാപ്ലേസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ റിവൈസ്ഡ് ചെയ്യുന്നു. ഇനി എന്താണ് നെബുലാർ ഹൈപ്പോതെസിസ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നെബുലാർ ഹൈപ്പോതെസിസ് പ്രകാരം ഇന്ന് കാണുന്ന പ്രപഞ്ചമെല്ലാം രൂപീകൃതമായിരിക്കുന്നത് വളരെ വലിയ ഒരു ക്ലൗഡിൽ നിന്നാണ്, മേഘക്കൂട്ടത്തിൽ നിന്നാണ്. എ ബിഗ് ജൈജാന്റിക് ക്ലൗഡ് അസോസിയേറ്റഡ് വിത്ത് എ യൂത്ത്ഫുൾ സൺ. ആ വലിയ ക്ലൗഡിന്റെ പേര്, ദാറ്റ് ബിഗ് ജൈജാന്റിക് ക്ലൗഡ് ഈസ് നോൺ ആസ് നെബുല. ഈ പേര് ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ ചോദ്യം വരാറുള്ളതാണ്. എന്താണ് നെബുല? വളരെ പ്രായം കുറഞ്ഞ ഒരു യൂത്ത്ഫുൾ സണ്ണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വലിയ ഒരു മേഘക്കൂട്ടത്തെയാണ് ദ ബിഗ് ജൈജാന്റിക് ക്ലൗഡ് ഈസ് നോൺ ആസ് നെബുല. തുടക്കത്തിൽ ഇന്ന് കാണുന്ന പ്രപഞ്ചമെല്ലാം തന്നെ ഈ ഒരു വലിയ മേഘക്കൂട്ടമായിരുന്നു എന്നാണ് ഈ സിദ്ധാന്ത പ്രകാരം പറയുന്നത്. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, നെബുല കറങ്ങാൻ തുടങ്ങുന്നു. കറക്കത്തിന്റെ വേഗത വർദ്ധിക്കുന്നു. വേഗത വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വർദ്ധിക്കുന്നു, ജനറേറ്റ് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഇവ പല ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചെതറിപ്പോകുന്നു. ഈ ചെതറിപ്പോയ ഭാഗങ്ങളാണ് ഇന്ന് കാണുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെ ആയി മാറിത്തീർന്നത് എന്നാണ് നെബുലാർ ഹൈപ്പോതെസിസ് പ്രകാരം പറയുന്നത്. ഞാൻ അതൊന്നുകൂടി കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തു തരാം. ഒന്നാമത്തെ സ്റ്റേജിൽ ദ ബിഗ് ജൈജാന്റിക് ക്ലൗഡ്, ഇതില് ഹൈഡ്രജനും ഹീലിയവും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ വലിയ ഒരു ബിഗ് ജൈജാന്റിക് ക്ലൗഡ് ഉണ്ട്. ആ ക്ലൗഡിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? നെബുല എന്ന പേരിൽ വിളിക്കുന്നു. What about the second stage? Nebula starting his rotation. അതിനിടയിൽ നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകളാണ്. അത് തണുക്കുന്നു, താപനിലയിൽ വ്യത്യാസങ്ങൾ വരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ നെബുല കറങ്ങാൻ തുടങ്ങുന്നു. ഒരു തേർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കറക്കത്തിന്റെ വേഗത വർദ്ധിക്കുന്നു. ആദ്യം സാവധാനമാണ് കറങ്ങിയതെങ്കിൽ വളരെ വേഗത്തിൽ നെബുല കറങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. ഇങ്ങനെ കറക്കത്തിന്റെ ഭാഗമായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്
വർദ്ധിക്കുന്നു. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും രണ്ട് വാക്കുകൾ, സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും. അപ്പകേന്ദ്ര ബലം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വർദ്ധിക്കുന്നു. എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. നിങ്ങൾ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരു ചക്രത്തിന്റെ മുകളായിരിക്കും മൺപാത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചക്രം അതിശക്തിയിൽ കറക്കുന്നുണ്ടാകും. കുറച്ച് കഴിഞ്ഞാൽ ആ കറക്കം അവിടെ വിട്ടേക്കും. അപ്പം അതിന്റെ ഭാഗമായിട്ട് മധ്യഭാഗം നമ്മൾ ഷേപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു മൺകലം നിർമ്മിച്ചെടുക്കുന്നു. ഈ കറങ്ങുമ്പോൾ അതിന്റെ മധ്യഭാഗത്ത് നിന്ന് അതിന്റെ എല്ലാ വശങ്ങളിലേക്കും ഫോഴ്സ് നീങ്ങിപ്പോകുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു എളുപ്പത്തിലുള്ള ഉദാഹരണം, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു വളവാണെങ്കിൽ നമ്മൾ എവിടെയും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ വളക്കുന്നതിന് പുറത്തു ഭാഗത്തേക്ക് നമ്മൾ ചെരിഞ്ഞു പോകും. പുറമേക്കാണ് നമ്മൾ ചെരിഞ്ഞു പോകുന്നത്. അതും ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം, നിങ്ങളൊരു നൂലിൽ ഒരു കല്ല് കെട്ടി കറക്കുകയാണെങ്കിൽ അവിടെയും മധ്യഭാഗത്ത് നിന്ന് ആ ഒരു സർക്കുലർ ആകൃതിയിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് ബലം മൂവ് ചെയ്തു പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വസ്തുവിന്റെ മധ്യഭാഗത്ത് നിന്ന് മറ്റു വശങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്ന ബലത്തെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് വശങ്ങളിൽ നിന്ന് മധ്യഭാഗങ്ങളിലേക്ക് ബലം കോൺസെൻട്രേറ്റ് ചെയ്തു. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കാര്യം. നമുക്ക് എങ്ങനെയാണ് ആവശ്യമായിട്ട് വരുന്നത്? ഇവിടെ നെബുല എന്ന് പറയുന്ന വസ്തുവിൽ നിന്ന് മധ്യഭാഗത്ത് നിന്ന് മറ്റു വശങ്ങളിലേക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഇത് എന്ന് പറയുന്നത്, നെബുല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ്സ് റൊട്ടേറ്റിംഗ് ഇൻ നേച്ചർ. അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ ഘടകമാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇവ പല ഭാഗങ്ങളായിട്ട് ചെതറിപ്പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചെതറിപ്പോയി രൂപീകൃതമായതാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചം, മറ്റ് ഗ്രഹങ്ങളും ഒക്കെ എന്നാണ് നെബുലാർ ഹൈപ്പോത്തിസിസ് പ്രകാരം അവകാശപ്പെടുന്നത്. ഇതാണ് നെബുലാർ ഹൈപ്പോത്തിസിസ് എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി വളരെ പെട്ടെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. ആദ്യം, a big gigantic cloud associated with a youthful sun, it is known as nebula. Due to the temperature and pressure changes, it started rotating. മർദ്ദ താപ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ട് ഈ ബിഗ് ജൈജാന്റിക് ക്ലൗഡ് ആയിട്ടുള്ള നെബുല സാവധാനം കറങ്ങാൻ തുടങ്ങുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിയുന്നു. നെബുലയുടെ കറക്കത്തിന്റെ വേഗത വർദ്ധിക്കുന്നു. അതിനോടൊപ്പം തന്നെ മധ്യകേന്ദ്രീകൃത ബലവും രൂപീകൃതമാകുന്നു. നെബുലാർ ഹൈപ്പോത്തിസിന്റെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിത്രരൂപത്തിൽ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നെബുല. Then in second stage, nebula started his rotation. Third stage, nebulയുടെ കറക്കത്തിന്റെ വേഗത വർദ്ധിക്കുന്നു. In fourth stage,
കറക്കത്തോടൊപ്പം തന്നെ മധ്യ കേന്ദ്രീകൃത വലവും രൂപീകൃതമാകുന്നു. ഫിഫ്ത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ഇത് പല കഷ്ണങ്ങളായിട്ട് ഇന്ന് കാണുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു പ്രപഞ്ച രൂപീകരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. ഇതാണ് നെബുല ഹൈപ്പോത്തസിസ് എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇറ്റ്സ് ഓൺലി എ ഹൈപ്പോത്തസിസ്. ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഭൂമി രൂപീകൃതമായത് എന്ന് നമുക്കൊരു സയന്റിഫിക് പ്രോസസ്സിൽ കൂടെ തന്നെ തെളിയിക്കാൻ പറ്റുന്നില്ല. പല തെളിവുകളുടെയും പലതരത്തിലുള്ള ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കാന്റും അതേപോലെ തന്നെ ലാപ്ലേസും ഒക്കെ നമ്മുടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമായിട്ടാണ്, ഒരു ഹൈപ്പോത്തസിസ് ആയിട്ടാണ് നമ്മൾ ഈ നെബുലാർ ഹൈപ്പോത്തസിസിനെ കാണുന്നത്.